ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ അതിൻ്റെ ട്രെൻഡ് പോകുന്നതിന് മുന്നേ ഞാനും ഉണ്ടാക്കി കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ബോൺലെസ് പീസ് ഇതാ ഒരു ഫോർക്ക് ഇട്ടിട്ട് ഇതേപോലെ അങ്ങ് കുത്തി കുത്തി കൊടുക്കണേ. അപ്പോൾ മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിച്ചോളും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഒരു പകുതി നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ പീസ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തിച്ച് കൊടുത്തിട്ട് നമുക്കൊരു മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസ് എയർ ഫ്രയറിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആ മോൾഡിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിത് തിരിച്ചു കൊടുക്കണേ. ഇനി സോസ് തയ്യാറാക്കാനായിട്ട് 2 മുട്ടയുടെ വെള്ള, 4 അല്ലി വെളുത്തുള്ളി, ഒരല്പം ഉപ്പ്, ശകലം പഞ്ചസാര, 2 സ്ലൈസ് ചീസും ആവശ്യത്തിന് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാവേ. ഫ്രൈ ആയി വന്ന ചിക്കൻ പീസസ് ഞാൻ ഗ്രീസ് ചെയ്ത ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ് ഇഫ ചിക്കൻ റെഡി. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ.